നമ്മൾ ഈ 3 റാന്നിക്കാർക്ക് അല്ലെങ്കിൽ പത്തനംതിട്ടക്കാർക്ക് ഒരുപാട് ആരാധകന്മാരും ആരാധികമാരും ഒക്കെ ഇന്ന് എല്ലായിടത്തും ഉണ്ട്. അപ്പോൾ ഇന്ന് ഇവരെ കാണാൻ വേണ്ടി നമ്മുടെ ഈ വേദിയിലേക്ക് കടന്നു വരുന്ന ആരാധിക മറ്റാരുമല്ല, ഇൻസ്റ്റയും അതുപോലെ തന്നെ ഓൺലൈനൊക്കെ ഫോളോ ചെയ്യുന്നവർക്ക് വളരെയധികം സുപരിചിതയാണ് ഈ കോട്ടയംകാരി. ഒരു ഇൻഫ്ലുവൻസർ ആണ്. അതുപോലെ തന്നെ ഒരുപാട് റീൽസിലൂടെ മലയാളികളുടെ മനം കവർന്ന ഒരു കോട്ടയംകാരിയാണ്. നല്ലൊരു കൈഡി കൊടുത്ത് ആ കൊച്ചു മിടിക്കെ നമുക്ക് ഈ വേദിയിലോട്ട് ക്ഷണിക്കാം. ജിയോണ ജിയോ. എന്തൊക്കെയുണ്ട് വിശേഷം? ഒന്നുമില്ല വിശേഷം. എന്താ ഇങ്ങോട്ട് വന്നേ? പറഞ്ഞേ. റീൽ ചെയ്യാനാണോ വന്നത്? ഈ 3 ചേട്ടന്മാരുടെ ആരാധികയാണോ? ഇവരെ വലിയ ഇഷ്ടമാണല്ലേ? അപ്പൊ ഇവരെ കാണണം, ഇവിടെ നിന്നൊരു റീൽ ചെയ്യണം അല്ലേ? പഠിക്കുന്നൊക്കെ ഉണ്ടോ ഇപ്പൊ? ഏത് ക്ലാസ്സിലാണ്? LKG-യിലായി. നല്ലൊരു കൈഡി കൊടുത്ത നമ്മുടെ കൊച്ചിന്. അടിപൊളി. അപ്പൊ എന്തായാലും നമ്മുടെ കൊച്ചുമിടുക്കിയുടെ പേരൻസിനെയും കൂടെ നമ്മൾ ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. നല്ലൊരു ഗൈഡ് കൊടുത്ത് അവരെ കൂടെ വിളിക്കാം. സ്വാഗതം സ്വാഗതം. കോട്ടയംകാരാണല്ലേ? കോട്ടയത്ത് എവിടെയാണ്? ഏറ്റുമാനൂർ. ഞാനൊരു കോട്ടയംകാരനാണ്. ഒരുപാട് സന്തോഷമുണ്ട്. എന്താണ് പേരെന്താണ്? ജിയോ. ലിറ്റി. അപ്പൊ മോള് എങ്ങനെയാണ്? വീട്ടിൽ ഇങ്ങനെ ഭയങ്കര അടിപൊളിയാണോ? അപ്പൊ നിങ്ങളാണോ ഇതെല്ലാം പറഞ്ഞു കൊടുക്കുന്നത്? മോള് സ്വന്തമായിട്ട് ഉണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെയാണോ? നമുക്കറിയാം നമ്മുടെ പേരൻസിന്റെ ഒരു സപ്പോർട്ട് ഇല്ലാതെ ഈ ഒരു പ്രായത്തിൽ കുട്ടിക്ക് ഇത് ചെയ്യാൻ പറ്റില്ല എന്നറിയാം. എന്നാലും എങ്ങനെയാണ് ഇവക്ക് ഇങ്ങനെ ഇത്ര ഒരു കിഡു ഐറ്റം ആണ്, അല്ലെങ്കിൽ ഇവക്ക് ഇങ്ങനെ ഒരു താല്പര്യം ഉണ്ടെന്നൊക്കെ മനസ്സിലാവുന്നപ്പോഴാണ്? ചെറുപ്രായത്തിൽ തന്നെ അവള് വീഡിയോ റീൽസ് കണ്ടിട്ട് കണ്ട് പണ്ട് ചെയ്യുമായിരുന്നു അല്ലേ? ഡാൻസ് ഒക്കെ ആണെങ്കിലും വീഡിയോ കൊണ്ട് തന്നെ ടിവിയിലും. നിങ്ങൾ രണ്ടുപേരും എങ്ങനെയാണ് കലാപരമായിട്ട് എന്തെങ്കിലും ഇതുപോലെ ഡാൻസ്, പാട്ട്, റീൽസ് ഞങ്ങൾ രണ്ടുപേരും ചെയ്യാറുണ്ട്? ഓക്കെ. കണ്ടിട്ടുണ്ട്. എന്തായാലും പിന്നെ നമ്മുടെ റാന്നി ടീം അല്ലെങ്കിൽ ഇവരുടെ വലിയ ഫാനാണെന്ന് പറഞ്ഞു കുട്ടി. പ്രോഗ്രാംസ് എല്ലാം കാണാറുണ്ട്. നിങ്ങൾ ഇവരെ വലിയ ഇഷ്ടമാണെന്നൊക്കെ അറിഞ്ഞു. ഒരുപാട് സന്തോഷമുണ്ട് മോളെ. അപ്പൊ എന്താണ് ചെയ്യാൻ പോകുന്നത്? പറഞ്ഞേ. ഒടിയൻ കൊച്ചേട്ടന്റെ അമ്മൂമ്മയായിട്ടാണ് നമ്മുടെ കൊച്ചുമിടിക്ക് വന്നിട്ടുള്ളത്. അതായത് നമുക്ക് ഫാൻസ് ഉണ്ടാവാം, പക്ഷേ ഇത്ര ചെറുത്. കാരണം LKG പഠിക്കുന്ന ഒരു ഫാൻസ് ഒരു പൊടിയും കൊച്ചേട്ടന്റെ അമ്മൂമ്മയായിട്ട് വന്നിരിക്കുക. അമ്മൂമ്മയായിട്ട് വരാന്ന് വെച്ചാൽ അതൊരു ഭയങ്കര ഭാഗ്യമുണ്ടത്. കാരണം വലിയ ആൾക്കാരും വലിയ ആളുകളൊക്കെ നമ്മളെ സ്നേഹിക്കാറുണ്ട്. പക്ഷെ ഇത്രയും ചെറിയൊരു ഫാൻ അമ്മ പൊളിച്ച്. അടിപൊളി. അപ്പൊ നമുക്ക് എന്നാ ഒന്ന് കാണാം അല്ലേ? നല്ലൊരു കൈഡിയ കൊടുത്തേ. ഹലോ, പൊടിയൻ കൊച്ചാട്ടനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നെ വിളിക്കരുത്. എന്തുവാ? എന്റെ മക്കളും കൊച്ചുമക്കളും എല്ലാം ഇവിടെ ഉണ്ട്. എന്റെ ജീവിതം കുട്ടിച്ചോറാക്കരുത്. നമുക്കിത് ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. ഇപ്പോഴോ? ഇതേ ഉള്ളൂ ലാസ്റ്റിലത്തേനെ. ഉമ്മ അയ്യോ നാടുവും കൊളുത്തി പഠിച്ച്. എടി ഉഷേ രാവിലെ അങ്ങ് തുടങ്ങി അമ്മൂമ്മ അല്ലയോ? ആഹാ കൊള്ളാം. ആ കാലെടുത്ത് ഉടനെ നടുവ് ഞാൻ കെട്ടി വെച്ചേക്കണം. ഈ നാട്ടുകാർ കണ്ടാ വിചാരിക്കും ഞങ്ങൾ നിങ്ങളെ കെട്ടിയിട്ട് വളർത്തു വന്നു. എടി കഴിഞ്ഞ തവണ കാറ്റടിച്ചത് കൊണ്ടിട്ടതേ എന്നെ ആ സുശീലയുടെ മുറ്റത്താ. എനിക്ക് എന്റെ ജീവൻ സംരക്ഷിച്ചേ പറ്റുള്ളൂ. എന്തെങ്കിലും ചെയ്. നീ അടുത്ത് വേറൊരു റീലും കൂടെ ചെയ്യാവോ? അത് പൊടിയും കൊച്ചേട്ടന്റെ അമ്മൂമ്മ തന്നെയാണോ? ആണ്. അപ്പൊ ഒരു റീലും കൂടെ ഉണ്ടേ. കുഞ്ഞിന്റെ ഒരു റീലും കൂടെ ഉണ്ട്. അതോടെ നമുക്ക് കാണാം. നീ വന്നേ അടുത്ത. എനിക്ക് അങ്ങോട്ട് വരാൻ വയ്യ. കാലിന് ഭയങ്കര വേദനയായി. കാല് അനക്കാൻ പറ്റത്തില്ല. എന്റെ പൊടിയൻസേ. എന്നാടി എന്റെ പൊടിയൻസിന്റെ ഈ മുത്തുമണി ഉറങ്ങിയിട്ട് എത്ര നാളായെന്ന് അറിയാമോ? എനിക്കറിയാടി. എന്നെ കാണാത്ത വിഷമം കൊണ്ടില്ല നീ ഉറങ്ങാത്തത്. ഓ, എന്റെ നടുവേദന കൊണ്ട് ഞാൻ ഉറങ്ങായിരുന്നത്. ഞാൻ നിന്നോട് പറഞ്ഞില്ലയോ നടുവേദനയ്ക്ക് ബെൽറ്റ് ഇടണമെന്ന്? അപ്പൊ ഞങ്ങളുടെ വീട്ടിലെ പട്ടിയുടെ കഴുത്തെ ബെൽറ്റ് ഇട്ടിരിക്കുന്നത് പെടലിക്കുന്ന വേദന കൊണ്ടാണോ? ഇതിന് ഒരു മാറ്റമില്ലല്ലോ എന്റെ ദൈവം. ഒരു മാറ്റം. നല്ലൊരു കൈഡി. ഇനിയില്ല, ഇനി 2 റീലും കൂടി ഇല്ലേ ഇനി ചെയ്യാനല്ലേ? അപ്പൊ അതോടെ കാണാം അല്ലേ? അപ്പൊ ആ 2 റീൽസ് കൊടുക്കാം. ഓക്കെ. ഞാനൊരു കാര്യം പറയാം മോനെ. നീ ഗൾഫിൽ നിന്ന് വന്നിട്ട് അമ്മച്ചിക്ക് മൊബൈൽ കൊണ്ടുവന്നില്ലല്ലോ. അയ്യോ, കുഴിയിലോട്ട് കാല് നീട്ടിരിക്കുന്ന അവരുടെ കയ്യിലൊരു മൊബൈലോട് ഫോണിൽ വെച്ച് കൂടെ അങ്ങോട്ട്. കുഴിയിലോട്ട് കാല് നീട്ടിയിരിക്കുമ്പം കയ്യിലൊരു മൊബൈൽ ഫോൺ ഇരിക്കുന്നത് നിനക്കെന്തോടി കുഴപ്പം? അതൊക്കെന്തോ കുഴപ്പം? നിനക്കെന്തോടാ കുഴപ്പം? പറഞ്ഞല്ലോ എനിക്കെന്തോ കുഴപ്പം. നിന്റെ ഫോൺ അടിക്കുന്നു. ജലജയാന്നല്ലോ. അയ്യോ, ഹലോ, എന്നാടി പൊടിയും കൊച്ചോട്ടന്റെ ഫോൺ പൊക്കിയെന്നോ? പൊക്കിയോ? ഞങ്ങളുടെ അമ്മൂമ്മയുടെ. എന്റെ ദൈവമേ, അമ്മൂമ്മയുടെ വിളയാട്ടോ. അറിഞ്ഞോ? ഫോൺ നോക്കി 2 മൊബൈൽ ചാറ്റ്. ഇവരല്ല അതിന് ഫോണുണ്ടോ? ഉണ്ടോ നോക്കാൻ കൂടി എന്നിട്ട് ഇങ്ങനെ കാണിച്ചേ. മുറക്കാൻ പോലെയാടാ. ഫോൺ ഇങ്ങോട്ട് എടുത്തേ.
ആഹാ അയ്യോ ഇത് ലോക്കെന്നായിരിക്ക് ഇത് പറഞ്ഞാ തുറക്കുന്ന ലോക്കാ. എന്തുവാ വോയിസ് ലോക്കാന്ന്. ഒന്നോ എന്നാ പറ. പൊടിയൻ കൊച്ചാട്ടാ തുറക്ക്. പൊടിയൻ കൊച്ചാട്ടൻ തുറന്നു വെച്ചേക്കുന്നു. ആ കൊള്ളാം. മോളെ, നമ്മുടെ വീട്ടിലൊരു സംഭവം ഉണ്ടായാൽ ആ. നമ്മൾ പെണ്ണുങ്ങളെല്ലാം ഒറ്റ കെട്ടായിരിക്കണം. നേരം പോലത്തെ ഇങ്ങനെ അല്ലായിരുന്നല്ലോ സംഭവം. എടി ഇല വന്ന് മുള്ള വീണാലും മുള്ളു വന്ന് ഇല വീണാലും ഇലക്കല്ലയോ കേട്. എനിക്കറിയത്തില്ല. എന്നാ എനിക്കറിയാം. അത് ഉടനെ എടുത്ത് അതിന്റെ ഗാലറി നോക്കിക്കോണം. സൂപ്പർ